ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം. നന്ദി പറയുന്നു. ഞങ്ങൾ ഇതുവരെയും നടത്തിയ വിധങ്ങളോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. 2 തിമോത്തിയോസ് 4:16 എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. അത് അവർക്കും കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണനിന്ന് പ്രസംഗം എന്നെക്കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളെയും കേൾപ്പാനും ശക്തീകരിച്ചു. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പൗലോസപ്പോസ്തലൻ്റെ ജീവിതയാത്രയിൽ കർത്തൃവേലയുടെ ബന്ധത്തിൽ തൻ്റെ ഒരു ഹൃദയ വേദനയോടുകൂടി പറയുന്ന ചില വാക്കുകളാണ്. എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. പലപ്പോഴും പല ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോഴും അവരെന്നെ സഹായിക്കും, അവരെൻ്റെ കൂടെ നിൽക്കും, എന്നെ കൈത്താങ്ങും എന്നൊക്കെ പലപ്പോഴും നമ്മൾ മാനുഷികമായ നിലയിൽ ചിന്തിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അതെല്ലാം തിരിച്ചാവാർ പതിവ്. എൻ്റെ ജീവിതയാത്രയിലും അങ്ങനെയൊക്കെ തന്നെ സംഭവിച്ചു. എനിക്ക് കാര്യമായ വിദ്യാഭ്യാസമില്ല, ബൈബിൾ ക്ലാസ് പഠനമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ 1994 രക്ഷിക്കപ്പെട്ട് ഈ കർത്തൃ ശുശ്രൂഷയിൽ ഞാൻ മുന്നേറുമ്പോൾ കർത്താവ് നൽകിയ ദർശനപ്രകാരം ഞാൻ മുന്നോട്ട് പോയി. എന്നാൽ പലപ്പോഴും പല ശുശ്രൂഷകൾ ആരംഭിക്കുമ്പോഴും പലരും സഹായിക്കും, കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും പഠിപ്പുള്ളവരൊക്കെ നമ്മുടെ കൂട്ടായ്മയിൽ ഉള്ളപ്പോൾ അവർക്ക് സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പലപ്പോഴും അത് ഒന്നുമില്ലാത്ത അവസ്ഥയിലെത്തി. എങ്കിലും കർത്താവ് ഞാൻ എന്തെല്ലാം ആഗ്രഹിച്ചുവോ അതൊക്കെ തുടങ്ങുവാൻ ദൈവനെ സഹായിച്ചു. പോലീസ് അത് തന്നെ പറയുന്നത്, അത് അവർക്ക് കണക്കിലാതിരിക്കട്ടെ. കർത്താവ് എനിക്ക് തുണന്നു. നമ്മുടെ കൂടെ കർത്താവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കർത്താവ് നമ്മെ കൈവിടില്ല. മറ്റെല്ലാം കൈവിട്ടാലും കൈവിടാത്ത കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയ ദൈവജനമേ, നമ്മൾ ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചവരും ചിന്തിച്ചവരും നമ്മുടെ കൂടെ നിൽക്കണമെന്നില്ല. PPC മിഷൻ്റെ പ്രവർത്തന ബന്ധത്തിൽ 2003 ഇത് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് 21 വർഷം പിന്നിടുമ്പോൾ ആരംഭിച്ചവർ പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല. എങ്കിലും കർത്താവ് അതത് ഇടങ്ങളിൽ ഓരോ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആളുകളെ ഒരുക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി, പദ്ധതിക്കായി സ്തോത്രം. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഇന്ന് തഞ്ചാവൂർ യാത്രയാണ്. ആ യാത്ര അനുഗ്രഹമായി തീരാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വടക്കേ ഇന്ത്യയിൽ ഒരു ഓർഡിനേഷൻ ശുശ്രൂഷ ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ്. ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. അത് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുതുന്ന കർത്താവെ, നല്ല പ്രഭാതത്തിന് സ്തോത്രം. അനുഗ്രഹിക്കണമേ, കൃപയെ സൂക്ഷിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷകളും കർത്താവെ കണക്ഷനുകളും കർത്താവെ ഞങ്ങൾ യാത്രയൊക്കെ അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പോരാട്ടം വിടിയിക്കണമേ, കൃപയെ സൂക്ഷിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.